എൻ്റെ പേര് ജെയിംസ്. കോഴിക്കോട് ജില്ലയിലുള്ള കൂരാച്ചുണ്ട് ഇടവകയിൽ നിന്ന് ഞാൻ വരുന്നു. ഞാൻ ആദ്യമായിട്ട് ധ്യാനം കൂടുന്നത് 2024 മെയ് 5-ാം തീയതിയാണ്. ഞാനും ഉണ്ടായിരുന്നു, എൻ്റെ മകനും ഉണ്ടായിരുന്നു ഇവിടെ ധ്യാനത്തിന്. അതിന് മുൻപ് എനിക്ക് 25 വർഷമായിട്ട് അനീമിയ എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അനീമിയ എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ്, മൂക്കിൽ നിന്ന് ബ്ലീഡിങ് വരും. മൂക്കിൽ നിന്ന് ബ്ലീഡിങ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആകണമെങ്കിൽ കുറേയേറെ സമയമെടുക്കും. എത്ര കാലമായിട്ടുണ്ട് ഈ രോഗം? 25 വർഷമായി. ഒരു ദിവസം 3-4 പ്രാവശ്യമൊക്കെ വരും. മൂക്കിൽ നിന്ന് വരും, ബ്ലഡ് വരും. ഞാൻ ജോലി സ്ഥലത്തായാലും പിന്നെ യാത്രയിൽ അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചിരുന്നു. അങ്ങനെയാണ് ഞാനിവിടെ ധ്യാനത്തിന് വരുന്നത്. ധ്യാനത്തിൻ്റെ ആദ്യത്തെ 2 ദിവസവും എനിക്ക് ഇവിടുന്ന് തന്നെ ബ്ലീഡിങ് ഉണ്ടായി. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതുണ്ടായി. എനിക്ക് ഭക്ഷണം കഴിച്ച് പൂർത്തിയാക്കാൻ പറ്റിയില്ല. ഞാൻ എഴുന്നേറ്റ് പോയി. 3-ാമത്തെ ദിവസം, ബുധനാഴ്ച ദിവസം രാത്രിയിലുള്ള ആരാധനയിൽ ഒരു ബ്രദർ ഇവിടെ വിളിച്ച് പറയുന്നത് കേട്ടു, മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നുവെന്ന്. ഞാൻ വിശ്വസിച്ചു, അത് ഞാൻ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിച്ചു. കാരണം ഇത് 1000-1-2 പേർക്ക് മാത്രം ഉണ്ടാകുന്ന രോഗമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെയാണെന്ന് ഞാനത് വിശ്വസിച്ചു. പക്ഷേ ഞാനത് അന്നേരം എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റുകയില്ലായിരുന്നു. ഞാൻ അന്നേരം പറഞ്ഞു, ഇത് എനിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞു. അപ്പോൾ 1 വർഷം കഴിഞ്ഞു. 1 വർഷവും 3 മാസമായി. ഇതുവരെ പിന്നെ വന്നിട്ടില്ല. നല്ലൊരു കൈയടി കൊടുത്ത്. കണ്ടോ, 25 വർഷമായിട്ട് മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്ന അവസ്ഥ, മനസ്സിലായോ? ഇതാണ് അത്ഭുതകരമായി ഒരു ബ്രദർ ഇവിടുന്ന് വിളിച്ച് പറഞ്ഞു. കണ്ടോ, മൂക്കിൽ നിന്ന് അത് വിളിച്ച് പറയുകയാണ്. അത് ശ്രദ്ധിക്കുക. എൽഡർ ഹെയർ ഒരു വലിയൊരു പ്രത്യേകതയാണ് കേട്ടോ. കണ്ടില്ലേ, ഒരാളുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നത് കർത്താവ് സുഖപ്പെടുന്നത്. ഇതിവിടെ വിളിച്ച് പറയുകയാണ്, അല്ലാണ്ട് യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതല്ല. തന്നെ അത് മാറിപ്പോയി അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ എന്തുണ്ടാവുമെന്ന് കരുതുക. അതെങ്ങനെയാവുക, തന്നെ മാറിപ്പോയിട്ടുണ്ടാവും. അങ്ങനെ അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ, മരുന്നിൻ്റെ ഫലമായിരിക്കും മാറിയത്. ഇങ്ങനെയൊക്കെ ചിന്തിക്കും. വിളിച്ച് വന്നപ്പോൾ ബോധ്യമായി. കണ്ടോ, മനസ്സിലായോ? ഇവിടുന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, കർത്താവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കർത്താവ് ചോദിച്ചില്ലേ, നിങ്ങൾ 10 പേരല്ലേ സൗഖ്യപ്പെട്ടത്, ഈ വിജാതീനല്ലാതെ വേറെ ആൾക്കും തിരിച്ചൊന്ന് നന്ദി പറയാൻ തോന്നിയില്ലേ? മനസ്സിലായോ? എന്തൊരു വലിയ സൗഖ്യ. പ്രൈസറാ. നീണ്ടോ? എനിക്ക് രോഗശാന്തിയിൽ എനിക്കൊരു വിശ്വാസം ഇല്ലാത്ത ഒരാളും കൂടിയായിരുന്നു. ഞാൻ പല ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട്, പക്ഷേ രോഗശാന്തിയിൽ മാത്രം എനിക്ക് വിശ്വാസമില്ലായിരുന്നു. പക്ഷേ ഇത് ദൈവം എനിക്കൊരു അടയാളമായിട്ട് കാണിച്ചു തന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. ദൈവമേ നന്ദി. പ്രേക്ഷിത വില ചെയ്യുന്നുണ്ടോ? പ്രേക്ഷിത വില ചെയ്തോളൂ കേട്ടോ.